കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ പേര് പലപ്പോഴായി തന്നെ കേൾക്കുകയും അദ്ദേഹം പ്രതിയാണ് എന്ന രീതിയിൽ തന്നെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹം ഒരുപാട് ദിവസം ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുണ്ട് എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ആ കേസിനെക്കുറിച്ച് അദ്ദേഹത്തിന് അത്രയും നാളും ആരോടും സംസാരിക്കാൻ പറ്റുകയോ ആരോടും സംസാരിക്കാനുള്ള ഒരു നിലപാടുണ്ടാവുകയോ ചെയ്തിരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൃത്യമായി ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് സംസാരിക്കാം. എന്നാൽ വീണ്ടും ആ കേസ് ഇപ്പോൾ നിലവിൽ വന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കില്ല എന്നാണ് ദിലീപ് പറയുന്നത്. ഞാനിപ്പോൾ വാ തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അത് പലരുടെയും ഭാഗത്തുള്ളൊരു പ്രശ്നമായി മാറും. അത് പലരെയും വേദനിപ്പിക്കും, പലരെയും ദ്രോഹിപ്പിക്കും. പല കാര്യങ്ങളും എനിക്ക് തുറന്നു പറയേണ്ടി വരും. ഞാൻ ആരെയും ദ്രോഹിക്കാൻ പോകുന്നില്ല. ഞാൻ ആരെയും മനഃപൂർവ്വം ദ്രോഹിക്കുന്നില്ല. അവരും എന്നെ ആരും ദ്രോഹിക്കാതിരുന്നാൽ മതി. ഇതാണ് ദിലീപ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആരാധകരും വളരെയധികം സ്നേഹത്തിൽ തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകർ ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നതെന്ന് പറയാം. ഓരോ പ്രേക്ഷകരും വളരെയധികം കൃത്യമായി തന്നെയാണ് ഈ വാർത്തയെക്കുറിച്ച് തന്നെ ഓരോ രീതിയിലും സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ പ്രീതിയും വളരെയധികം ലഭിക്കുന്നു എന്നുകൂടി നമ്മൾ കൂട്ടിച്ചേർത്തേ മതിയാകൂ. ഇപ്പോൾ എല്ലാവരും എന്താണ് കാര്യം എന്നും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വളരെയധികം ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ആരാണ് ദിലീപിനെ കുടുക്കിയത് എന്ന് എല്ലാ പ്രാവശ്യവും എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും അറിയുന്ന ഒരു കാര്യം കൂടി ദിലീപിൻ്റെ വാക്കുകൾ തന്നെയാണ്. എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ സാധിക്കില്ല. ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചു തുടങ്ങിയാൽ അത് ഒരുപാട് പേരെ ദ്രോഹിക്കുന്നതിനും ഒരുപാട് പേരെ വേദനിപ്പിക്കുന്നതിനും ഒരുപാട് പേരുടെ ഇമേജ് തല്ലിത്തകർക്കുന്നതിനും തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും മനഃപൂർവ്വം ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അവരുടെ ജീവിതമൊന്നും കുളം തോണ്ടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ദിലീപ് പറയാതെ പറഞ്ഞിരിക്കുന്നു. ഇതിലൂടെ ദിലീപ് പലരെയും തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിനെ ഒരുപാട് പേർ ദ്രോഹിച്ചു. എന്നാൽ ആരുടെയും പേര് അതുകൊണ്ട് തന്നെ താൻ തുറന്നു പറയാൻ തയ്യാറല്ല എന്നതാണ് ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വിഷയവും ഇതുതന്നെയാണ് എന്ന് കൂട്ടിച്ചേർക്കാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം കൃത്യമായി തന്നെ ഏറ്റെടുക്കുന്ന വാർത്തയായും വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന വാർത്തയായും ഇത് മാറുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ ദിലീപിനോട്. അന്നൊക്കെ ദിലീപിനോട് ദേഷ്യം പുലർത്തിയിരുന്നവർ പോലും ഇപ്പോൾ ദിലീപിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി തന്നെ മാറുന്നൊരു കാര്യം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.